കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനിടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ തുടങ്ങിയവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് മയ്യിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പൂപ്പറമ്പ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ മലപ്പട്ടം സംഘർഷത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രകോപന മുദ്രാവാക്യം. അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പദയാത്രക്കിടെ ആ ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന പ്രകോപന മുദ്രാവാക്യം അത് വലിയ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. ആദ്യഘട്ടത്തിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പട്ടത്ത് മറ്റിതര പാർട്ടികളുടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധ പരിപാടികളൊക്കെ അവിടെ നടന്നത്. അവിടെ ഒരു ഗാന്ധി ചിത്രം പതിച്ച ഒരു സ്തൂപം CPM പ്രവർത്തകർ തകർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ് അവിടെ പ്രതിഷേധ പരിപാടികളും രാഷ്ട്രീയമായ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത്. അതിൽ വലിയ പ്രതിഷേധം CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. DYFI, KSU ഉൾപ്പെടെ SFI ഉൾപ്പെടെ വലിയ പ്രതിഷേധ പരിപാടികൾ ജില്ലയിലാകെ സംഘടിപ്പിക്കുകയും അതിൽ പല സംഭവങ്ങളിലും അക്രമ രീതിയിലേക്ക് മാറുകയും ചെയ്തു. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തന്നെ പ്രതികളാക്കി. ആറ് പേരാണ് പ്രതികൾ. അതിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുണ്ട്, KSU ജില്ലാ പ്രസിഡന്റുണ്ട്. ഇവരെ പ്രതികളാക്കിയാണ് മയ്യിൽ പോലീസ് ഈ പ്രകോപന മുദ്രാവാക്യത്തിൽ കേസെടുത്തിട്ടുള്ളത്. അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ഈ മുദ്രാവാക്യം മുഴക്കി എന്നതാണ് പോലീസിൻ്റെ FIR-ൽ പറയുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഈ പ്രതികളെ ജാമ്യത്തിൽ വിടും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മലപ്പട്ടം സംഘർഷത്തിന് ശേഷം അതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ജില്ലയിലാകെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മലപ്പട്ടം മാത്രമല്ല മറ്റിടങ്ങളിലേക്കും അത് വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ ഇന്നലെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് തടയുന്നതിന് വേണ്ടി വലിയ സുരക്ഷാ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ പോലീസിൻ്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സംഘർഷമുണ്ടായ മലപ്പട്ടത്ത് വലിയ സുരക്ഷയുണ്ട്. അവിടെ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസിൻ്റെ കാവലുണ്ട്. ഇന്നലെ സംഘർഷമുണ്ടായ മറ്റിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് സമാധാന അന്തരീക്ഷം കണ്ണൂരിൽ പുലർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.